Dear students, today we discuss about difference between schedule of changes in working capital and fund flow statement. Schedule of changes in working capital നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലാബിലിറ്റീസ് ഓൺലി. അതായത് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലാബിലിറ്റീസും മാത്രമേ എടുക്കുന്നുള്ളൂ. അതിലെന്തൊക്കെ ചേഞ്ചസ് ആണ് ഓരോ ഇയേഴ്സ് തമ്മിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ലാസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് കണ്ടുപിടിക്കുക ചെയ്ത്. അപ്പോൾ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലാബിലിറ്റീസ് മാത്രമാണ് ഈ ഒരു ഷെഡ്യൂളിൽ എടുക്കുകയുള്ളൂ. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സംബന്ധിച്ചിട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് നോൺ കറൻറ്റ് അസറ്റ്സ് ആൻഡ് നോൺ കറൻറ്റ് ലാബിലിറ്റീസ്. ഇത് നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ അതുപോലെ നോൺ കറൻറ്റ് ലാബിലിറ്റീസിൻ്റെ ബേസിസിലാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. ഒന്ന് കറൻറ്റ് ലാബിലിറ്റീസും കറൻറ്റ് അസറ്റ്സും ആണ്, ഒന്ന് നോൺ കറൻറ്റ് അസറ്റും നോൺ കറൻറ്റ് ലാബിലിറ്റീസും ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ചേഞ്ചസ് ഇൻ കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലാബിലിറ്റീസ് ഇൻഡിവിജ്വലി. അതായത് ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ ഓരോ കറൻറ്റ് അസറ്റ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ കറൻറ്റ് അസറ്റ്സിലും ഓരോ കറൻറ്റ് ലാബിലിറ്റീസിലും എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെഡ്യൂളിൽ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൽ പറയുകയാണെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ദി സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ഓഫ് എ ഫേം ആസ് എ ഹോൾ. അതായത് ഈ ഒരു ഫേമിനെ സംബന്ധിച്ച് ആ ഫേമിൽ എവിടുന്നൊക്കെ ഏതൊക്കെ സോഴ്സസ് നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്, ഏതൊക്കെ വഴിയാണ് ആ ഒരു ഫണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്, അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടെത്തലാണ് അല്ലെങ്കിൽ അത് ഷോ ചെയ്യുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് അക്കൗണ്ടിങ് പീരിയഡ്സ്. അതായത് 2 അക്കൗണ്ടിങ് പീരിയഡ്സിൻ്റെ ബാലൻസ് ഷീറ്റത്തെ ഫിഗേഴ്സ് വെച്ചിട്ടാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ചേഞ്ചസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 കാൽക്കുലേഷൻ എടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ ഇയർ ഇപ്പോൾ 2015-16 എടുക്കുകയാണെങ്കിൽ 2015 എത്ര വർക്കിംഗ് ക്യാപിറ്റൽ കറൻറ്റ് ലാബിലിറ്റീസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കേസിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്സ് ഓഫ് എ ഫേം ഫോർ 2 കോൺസിക്യൂട്ടീവ് അക്കൗണ്ടിങ് പീരിയഡ്സ്. അതായത് ഇത് എന്താ ഉപയോഗിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരു ഫേമിൻ്റെ 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വഴിയാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് വരികയാണെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് പ്രിപ്പയർഡ് ടു നോ ദി ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ട് വരുന്ന ക്യാപിറ്റലാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വർഷം ചെല്ലും തോറും നമ്മുടെ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണോ അല്ലെങ്കിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നതെന്ന് ഈ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഫണ്ട് ഫ്ലോയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദി ഓവറോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഓവറോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് ആ ഒരു ഫണ്ടിൻ്റെ സോഴ്സ് അപ്ലിക്കേഷനൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് നോട്ട് ഷോൺ. അതായത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിലും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണിക്കുന്നില്ല. അവിടെ എന്ത് മാത്രമേ കാണിക്കുള്ളൂ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ വന്നതെന്ന് മാത്രമാണ് ഷെഡ്യൂളിൽ കാണിക്കുന്നത്. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ് കാണിക്കുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് ഷോൺ, അതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്കിംഗ് ക്യാപിറ്റൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ
പോയിൻറ്റ്സുകൾ ശ്രദ്ധിക്കണം. പോയിൻറ്റ്സ് ടു റിമെമ്പർ ആണ് പറയാൻ പോകുന്നത്. ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ ആൻ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഈസ് ഡ്യൂ ടു ന്യൂ ഇഷ്യൂ ഷെയർസ്. ലൈക്ക്വൈസ് ആൻ ഇൻക്രീസ് ഇൻ സെക്യൂരിറ്റി പ്രീമിയം ഈസ് ഡ്യൂ ടു പ്രീമിയം കളക്റ്റഡ് ഓൺ ന്യൂ ഷെയർസ്. ബോത്ത് ആർ ട്രീറ്റഡ് ആസ് സോഴ്സസ് ഓഫ് ഫണ്ട്. അതായത് ഷെയർ ക്യാപിറ്റലിൽ ഇൻക്രീസ് വരികയാണെങ്കിൽ, എങ്ങനത്തെ കേസിൽ ഇൻക്രീസ് വരണം? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ച് ആ കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാണ് പബ്ലിക്കിന്. അങ്ങനത്തെ കേസിൽ അവിടെ ഷെയർ ക്യാപിറ്റൽ കൂടുകയാണ്. ആ കേസിൽ എന്താണ്, അത് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യാണ്, ക്യാഷ് വരികയാണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം ഈസ് ഡ്യൂ ടു പ്രീമിയം കളക്റ്റഡ് ഓൺ ന്യൂ ഷെയർസ്. അതായത് ന്യൂ ഷെയർസിന് പ്രീമിയം കൊടുത്തിട്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം കളക്ട് ചെയ്യുകയാണെങ്കിലും അതിന് സോഴ്സസ് ഓഫ് ഫണ്ടിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ ന്യൂ ഇഷ്യൂ വരികയാണെങ്കിലും അതുപോലെ പ്രീമിയത്തിൽ സെക്യൂരിറ്റി പ്രീമിയം വരികയാണെങ്കിലും സോഴ്സസ് ഓഫ് ഫണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് വരുന്നത് എ ഡിക്രീസ് ഇൻ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇംപ്ലൈസ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. സോ ഇറ്റ് ഈസ് ഷോൺ ആസ് ദി അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കുറയുന്നത്? ഷെയർ ക്യാപിറ്റലിൻ്റെ റിഡക്ഷൻ വരുന്നതുകൊണ്ടാണ് ഈ ഒരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കുറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ത് ചെയ്യാണ്, പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, ആൻ ഇൻക്രീസ് ഇൻ ഡിബെഞ്ചർ ഓർ എനി അതർ ലോങ് ടേം ലോൺ സിൻഡിക്കേറ്റ്സ് ഫ്രഷ് ബോറോയിങ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് സോഴ്സസ് ഓഫ് ഫണ്ട്. അതായത് ഡിബെഞ്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്. ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രം. അപ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ലോങ് ടേം ലോണ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ എവിടുന്നെങ്കിലും ക്യാഷ് വാങ്ങിക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, സോഴ്സസ് ഓഫ് ഫണ്ടാണ്. കാരണം നമ്മുടെ ക്യാഷ് വരികയാണ് ചെയ്യുന്നത്, ഫണ്ട് വരികയാണ് ചെയ്യുന്നത്. അതിന് സോഴ്സസ് ഓഫ് ഫണ്ടായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരികയാണെങ്കിൽ എ ഡിക്രീസ് ഇൻ ഡിബെഞ്ചർ ഓർ മോർഗേജ് ലോൺ ഓർ ബാങ്ക് ലോൺ ഇംപ്ലൈസ് റീപേയ്മെൻറ്റ് ഓഫ് ഡെബ്റ്റ്സ്. ദിസ് ഷുഡ് ബി ഷോൺ ആസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നമുക്കിപ്പോൾ ഈ ഡിബെഞ്ചർ കുറയുകയാണ്, അല്ലെങ്കിൽ മോർഗേജ് ലോൺ അല്ലെങ്കിൽ ബാങ്ക് ലോണൊക്കെ കുറയുകയാണ്. അതായത് കുറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പൈസ അവിടെ ബാങ്കിൽ അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോർഗേജ് ലോണിലേക്ക് അടച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മുടെ ബാധ്യത അത്രയും കുറയും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ടാണ് എന്ത്, അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫണ്ട് അവിടെ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ് വരുന്നത്. Next one, when debentures are redeemable at premium, such premium should be added back to profit to find funds from operation. It is also treated as application of fund separately. അതായത് ഡിബഞ്ചർ എന്ത് ചെയ്യാണ്, പ്രീമിയത്തിന് റെഡീം ചെയ്യുന്ന കേസ് എടുക്കുകയാണെങ്കിൽ അത് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഡിക്രീസ് ഇൻ ഇൻടാഞ്ചിബിൾ ആൻഡ് fictitious assets like a goodwill, preliminary expense, etc. should be taken as amounts written off to profit and loss account. Hence, these are added back to current year's profit or debited to profit and loss adjustment account ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിലോ അല്ലെങ്കിൽ ഫിറ്റീഷ്യസ് അസറ്റ്സിലോ എന്തെങ്കിലും ഡിക്രീസ് വരികയാണ്, അതായത് കുറയുകയാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മളെ ഗുഡ് വില്ല് കുറയുക, അല്ലെങ്കിൽ നമ്മളെ പ്രിലിമിനറി എക്സ്പെൻസസുകളൊക്കെ കുറയുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്ന കേസ് ഉണ്ടെങ്കിൽ അത് കറണ്ട് ഇയർ പ്രോഫിറ്റിലാണ് കാണിക്കേണ്ടത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്, ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ആൻ increase in goodwill should be treated as a new purchase. It is shown in the application side of fund flow statement. അതായത് ഗുഡ് കൂടുകയാണെങ്കിൽ എന്താണ്, അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഗുഡ് വില്ല് കുറയുകയാണെങ്കിൽ സോഴ്സസ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ ഗുഡ് വില്ല് കൂടുമ്പോൾ അതിന് ന്യൂ പർച്ചേസ് ആയിട്ടാണ് എടുക്കുന്നത്. അത് ഫണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും കൊടുത്തിട്ടായിരിക്കും ഗുഡ് വില്ല് കൂടുക. ഒരു കമ്പനിയുടെ ഗുഡ് വില്ല് കൂടുക ചിലപ്പോൾ ആഡിൽ എമൗണ്ട് ഇറക്കിയിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും നമ്മളവിടെ കൊടുത്തിട്ടായിരിക്കും ഗുഡ് വില്ല് കൂടിയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിക്രീസ് ഇൻ നോൺ കറൻറ്റ് ഓർ ഫിക്സ്ഡ് അസറ്റ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ ഓഫ് സെയിൽ. നോൺ കറൻറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റിൽ എന്തെങ്കിലും ഡിക്രീസ് വരും, കുറവ് വരികയാണെങ്കിൽ, കുറവ് എങ്ങനെ വരുന്നത്, ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുകയാണ്, നമ്മൾ സാധനം സെയിൽ ചെയ്യുന്ന കേസിലാണ് നമ്മുടെയൊക്കെ ഫിക്സ്ഡ് അസറ്റ് നമ്മുടെ കയ്യിൽ കുറയുന്നതെങ്കിൽ it is generally treated as depreciation. If it is considered as depreciation, it is added back to profit. ഇത് added back to profit ആണ്.
അതായത് ഇത് സോഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അത് സോഴ്സായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ്, ഇൻക്രീസിങ് ഫിക്സഡ് അസറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് പർച്ചേസ്. ഫിക്സഡ് അസറ്റ് കൂടുകയാണെങ്കിൽ പർച്ചേസ് ആയിട്ട് എടുക്കുക, അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ഫിക്സഡ് അസറ്റ് കുറയുകയാണെങ്കിൽ അത് സോഴ്സസ് ഓഫ് ഫണ്ടാണ്. ഇഫ് എനി ക്യാപിറ്റൽ reserve is newly created and assets have been sold without specifying how much profit is made on sale. അതായത് ഇവിടെ ക്യാപിറ്റൽ റിസർവ് കൂടിയിട്ടുണ്ട്, പക്ഷേ അസറ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ എത്ര രൂപയ്ക്കാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് നമ്മൾ അറിയുന്നില്ല. ഈ കേസ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവിനെ പ്രോഫിറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ആ അസറ്റിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഫൈൻഡ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അതായത് ഇതിൽ എന്തെടുക്കില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ടിനെ എടുക്കുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ഹെൻസ് ഇറ്റ് ഈസ് ആഡഡ് ബാക്ക് ടു പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റിലേക്ക് ആഡഡ് ബാക്ക് ചെയ്യാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്തായിരിക്കും, അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിരിക്കും. ലാസ്റ്റ് വൺ, സംടൈംസ് എമൗണ്ട് ഓഫ് ന്യൂ പ്രോഫിറ്റ് ഓർ ഡ്രോയിങ്സ് ഈസ് നോട്ട് മെൻഷൻഡ്, ദ മിസ്സിംഗ് ഐറ്റം മേ ബി ഫൗണ്ട് ഔട്ട് ആസ് ബിലോ. അതായത് ചില കേസിൽ ന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.